സൗദി ആരോഗ്യ മേഖലയിൽ സ്വദേശിവൽക്കരണത്തിന് രണ്ടാം ഘട്ടം ആരംഭിച്ചു. പല മേഖലകളിലും 80% വരെ സ്വദേശികളെ വയ്ക്കാനാണ് നിർദ്ദേശം. സ്പെഷ്യലിസ്റ്റുകൾക്ക് ഏറ്റവും കുറഞ്ഞത് 7000 റിയാൽ ശമ്പളം നൽകണം. ക്ലിനിക്കൽ ന്യൂട്രീഷൻ, ഫിസിക്കൽ തെറാപ്പി ജോലികളിൽ 80% സൗദിവൽക്കരണം പ്രാബല്യത്തിൽ വന്നു. മെഡിക്കൽ ലാബോറട്ടറികളിൽ 70%, റേഡിയോളജി മേഖലയിൽ 65% സൗദികളെ ജോലിക്ക് വെക്കണമെന്നാണ് നിർദ്ദേശം. ഇന്നലെയാണ് ആരോഗ്യ മേഖലയിലെ സ്വദേശിവൽക്കരണത്തിന്റെ രണ്ടാം ഘട്ടം പ്രാബല്യത്തിൽ വന്നത്. സ്പെഷ്യലിസ്റ്റുകൾക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളം 7000 റിയാലും ടെക്നീഷ്യന്മാർക്ക് 5000 റിയാലുമായി നിശ്ചയിച്ചിട്ടുണ്ട്. സ്വദേശിവൽക്കരണ പദ്ധതി കൃത്യമായി നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ സഹായം വർദ്ധിപ്പിക്കും. റിക്രൂട്ട്മെന്റ് സുതാര്യമാക്കൽ, തൊഴിൽ പരിശീലനം, സാമ്പത്തിക പിന്തുണ തുടങ്ങിയവ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കും. സ്വദേശിവൽക്കരണത്തിന്റെ വിശദാംശങ്ങൾ സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൊഴിൽ വിപണിയിൽ സ്വദേശികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 24 ജിദ്ദ. ആഫ്രിക്കയിലെ മൊസംബിക്കിൽ ബോട്ട് മുങ്ങിയുണ്ടായ അപകടത്തിൽ കാണാതായ മലയാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് കാണാതായ എറണാകുളം പിറവം സ്വദേശി ഇന്ദ്രജിത്തിന്റെ കുടുംബം 24നോട് പറഞ്ഞു. മൊസാംബിക്കിൽ ബെയ്റ തുറമുഖത്തിന് സമീപം പ്രാദേശിക സമയം വ്യാഴാഴ്ച പുലർച്ചെ 3:30 മണിയോടെയാണ് അപകടമുണ്ടായത്. തുറമുഖത്തിന് സമീപം നങ്കൂരമിട്ടിരുന്ന MT സ്വിക്കസ് എന്ന എണ്ണ ടാങ്കറിലേക്കുള്ള ക്രൂ ട്രാൻസ്ഫർ ഓപ്പറേഷനിടെ ലോഞ്ച് ബോട്ട് അപകടത്തിൽപ്പെട്ടു. 3 പേർ മരിച്ചു. കാണാതായ 5 ഇന്ത്യക്കാരിൽ 2 പേർ മലയാളികളാണ്. മർച്ചന്റ് നേവി ഇലക്ട്രിക്കൽ ഓഫീസർ കൊല്ലം തേവലക്കര സ്വദേശിയായ ശ്രീരാഗ് രാധാകൃഷ്ണൻ, ഇൻസ്പെക്ടർ വിഭാഗത്തിലെ ജീവനക്കാരൻ എറണാകുളം പിറവം വെളിയനാട് സ്വദേശി ഇന്ദ്രജിത്ത് എന്നിവരാണ് കാണാതായ മലയാളികൾ. കമ്പനി അധികൃതർ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ശ്രീരാഗ് രാധാകൃഷ്ണന്റെ ബന്ധുക്കൾ 24നോട്. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പിന്നെ രാവിലെ വീണ്ടും തെരച്ചിൽ തുടങ്ങിയതാണ്. കമ്പനി പറയുന്നത് മാത്രമാണ് നമുക്ക് അറിയാവുള്ളത്. അപകടത്തിൽ കാണാതായ ഇന്ദ്രജിത്ത് ഒരാഴ്ച മുൻപാണ് നാട്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോയത്. എത്രയും പെട്ടെന്ന് അവനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അവരുടെ ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് പെട്ടെന്ന് തന്നെ മോനെ കിട്ടാനുള്ള സംവിധാനം ആക്കാമെന്നാണ് പറഞ്ഞത്. 2 ആഴ്ച മുമ്പ് നാട്ടിലേക്ക് വന്നിട്ട് ഒരു ഗുജറാത്തിൽ ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് പോയതാണ്. പോയിട്ട് അവൻ തിരിച്ച് 2 ദിവസം വന്നിട്ട് പിന്നെ അടുത്ത വർക്കിന് വേണ്ടി വീണ്ടും പോയതാണ്. 21 പേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. അപകടത്തിൽ രക്ഷപ്പെട്ട മലയാളിയായ കോന്നി സ്വദേശിയുടെ നില ഗുരുതരമല്ല. 24 കൊച്ചി. പാകിസ്ഥാന് വീണ്ടും താക്കീതുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രമായിരുന്നുവെന്നും പ്രതിരോധ മന്ത്രി. ബ്രഹ്മോസിന്റെ റേഞ്ചിനുള്ളിലാണ് പാകിസ്ഥാന്റെ ഓരോ ഇഞ്ച് സ്ഥലമെന്ന മുന്നറിയിപ്പ്. യുപിയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബ്രഹ്മോസ് മിസൈലുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിലായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ താക്കീത്. ലക്നൌവിലെ എയ്റോസ്പേസിൽ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിലായിരുന്നു പാകിസ്ഥാന് നേരെയുള്ള പ്രതിരോധ മന്ത്രിയുടെ താക്കീത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ബ്രഹ്മോസ് പ്രായോഗികമാണെന്ന് തെളിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഒരു ട്രെയിലർ മാത്രമായിരുന്നുവെന്നും പ്രതിരോധ മന്ത്രി. पाकिस्तान की जहां तक बात है तो अब उसकी एक एक इंच जमीन हमारी ब्रह्मोस की पहुंच में है और ऑपरेशन सिंदूर में जो हुआ वह तो सिर्फ ट्रेलर था मेरे साथियों. ऑपरेशन सिंदूर में जो हुआ वह तो केवल एक ट्रेलर था. ഇന്ത്യൻ സായുധസേനയുടെ ഒരു പ്രധാന സ്തംഭമായി ബ്രഹ്മോസ് മാറി. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ബ്രഹ്മോസിൽ നിന്ന് പാകിസ്ഥാന് രക്ഷപ്പെടാനായില്ല. ബ്രഹ്മോസിന്റെ റേഞ്ചിനുള്ളിലാണ് പാകിസ്ഥാന്റെ ഓരോ ഇഞ്ച് ഭൂമിയെന്നും പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ്. पर उस ट्रेलर ने ही पाकिस्तान को यह एहसास दिला दिया कि अगर भारत पाकिस्तान को जन्म दे सकता है तो समय आने पर वह, अब आगे मुझे बोलने की कोई जरूरत नहीं है. ലക്നൌവിൽ നിന്ന് എല്ലാ വർഷവും ഏകദേശം 100 മിസൈലുകൾ നിർമ്മിക്കുമെന്നും അവ 3 സേനകൾക്കും നൽകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. 24 ഡൽഹി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത സമിതിയായ കേന്ദ്ര കമ്മിറ്റിയുടെ 4ാമത്തെ പ്ലീനം ബീജിംഗിൽ നടക്കാനിരിക്കെയാണ് നടപടി. 2 ഉന്നത സൈനിക മേധാവികളടക്കം 7 സൈനിക ഉദ്യോഗസ്ഥരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളെ തുടർന്നാണ് പുറത്താക്കിയത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗവും സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ 2 വൈസ് ചെയർമാൻമാരിൽ ഒരാളുമായ ജനറൽ ഹി വിഡോങ് ചൈനീസ് സൈന്യത്തിന്റെ 2ാം സ്ഥാനത്തുള്ള കമാൻഡറായിരുന്നു. സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ അടുത്ത അനുയായിയാണ് ഹി വിഡോങ്. ചൈനീസ് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ നാവികസേന അഡ്മിറൽ മിയാവോ ഹുവയും പുറത്താക്കപ്പെട്ടു. പ്ലീനത്തിലാണ് പുറത്താക്കൽ തീരുമാനങ്ങൾ ഔദ്യോഗികമായി നടപ്പാക്കുക.
പാർട്ടി അഴിമതി മുക്തമാക്കുന്നതിന്റെ ഭാഗമായി 2023 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപടി ആരംഭിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട വ്യവസായി മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാൻ ബെൽജിയം കോടതി ഉത്തരവിട്ടു. മെഹുൽ ചോക്സിയുടെ അറസ്റ്റ് ശരിവച്ച ആന്റ്വർപ്പിലെ കോടതിയാണ് ഉത്തരവിട്ടത്. എന്നാൽ ഉത്തരവിനെതിരെ അപ്പീലിൽ അവസരമുള്ളതിനാൽ മെഹുൽ ചോക്സിയെ ഉടൻ ഇന്ത്യയിലെത്തിക്കാനാകുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 15 ദിവസത്തിനുള്ളിൽ ബെൽജിയൻ സുപ്രീം കോടതിയിൽ ചോക്സിക്ക് അപ്പീൽ നൽകാൻ അവസരമുണ്ട്. ഇന്ത്യൻ ഏജൻസികളുടെ അഭ്യർത്ഥനയെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ 11 ആന്റ്വർപ്പ് പോലീസ് മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്തു. സൗദിയിൽ നജ്റാൻ KMCCയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ അംഗത്വ ക്യാമ്പയിൻ തുടങ്ങി. പദ്ധതിയുടെ ഫോം നിസാർ ഫൈസിക്ക് നൽകി നജ്റാൻ KMCC ചെയർമാൻ ജബ്ബാർ പനങ്ങാങ്ങര ഉദ്ഘാടനം നിർവഹിച്ചു. നജ്റാനിലെ വിവിധ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഡിസംബർ 15 വരെ ക്യാമ്പയിൻ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. ചടങ്ങിൽ നജ്റാൻ ഐനുൽ ഹുദ സുന്നി മദ്രസ നടത്തിയ ഖുർആൻ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നജ്റാൻ KMCC ആദരിച്ചു. സുബൈർ തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഖലീൽ റഹ്മാൻ സ്വാഗതവും ഉസ്മാൻ കാളികാവ് നന്ദിയും പറഞ്ഞു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുന്ന ഹജ്ജ് കോൺസൽ മുഹമ്മദ് അബ്ദുൽ ജലീലിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം യാത്രയയപ്പ് നൽകി. മീഡിയ ഫോറം പ്രസിഡന്റ് കബീർ കൊണ്ടോട്ടി മെമന്റോ കൈമാറി. കോഫി വിത്ത് കോൺസൽ എന്ന പേരിൽ മീഡിയ ഫോറം സംഘടിപ്പിച്ച പരിപാടിയിൽ പഠനകാലത്തും ഇന്ത്യൻ സിവിൽ സർവീസ് നേടിയതിനു ശേഷവുമുള്ള ജീവിതാനുഭവങ്ങൾ മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം പങ്കുവച്ചു. അബ്ദുൽ ജലീലിന്റെ ഭാര്യ എഞ്ചിനീയർ ബിസ്മിതിയും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി ബിജു രാമന്തളി സ്വാഗതവും ട്രഷറർ PK സിറാജ് നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ നോക്കാം. ശിരോവസ്ത്ര വിവാദത്തിൽ എറണാകുളം സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടിക്ക് വിദ്യാഭ്യാസം നഷ്ടമാകില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി. താൽപര്യമുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് സ്കൂളിലും പ്രവേശനം നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കുട്ടിക്ക് പഠനം നിർത്തേണ്ടി വന്നതിൽ സർക്കാരിനും സ്കൂൾ മാനേജ്മെന്റിനുമെതിരെ മുസ്ലിം ലീഗ് രംഗത്തു വന്നു. ശിരോവസ്ത്രം ധരിക്കാനുള്ള കുട്ടിയുടെ അവകാശത്തിനൊപ്പമാണ് സർക്കാർ എന്ന് ആവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉത്തരവാദി മാനേജ്മെന്റാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ കുട്ടി ഗവൺമെന്റിനെ സമീപിച്ചാൽ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക ഉത്തരവ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നതാണ്. കുട്ടിക്ക് മാനസികമായും ശാരീരികത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും വിഷമം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായാൽ അതിന്റെ ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കും. കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ നടന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. മുസ്ലിം ലീഗ് അതിൽ ആദ്യം തന്നെ കയറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില ഛിദ്രശക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതിയുറപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതേസമയം ഹിജാബ് വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ആരോപണം. ഇന്ന് ഫേസ്ബുക്കിൽ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. തികച്ചും മുസ്ലിം ലീഗിൻ്റെ 2 നേതാക്കന്മാരാണ്. അത് പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിന്റെ നിലപാട് ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാണെന്ന് AP സമസ്ത വിമർശിച്ചു. സ്കൂൾ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും വെല്ലുവിളിച്ചത് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കേരള മഹല്ല് കോൺഫെഡറേഷൻ കുറ്റപ്പെടുത്തി. അതിനിടെ PTA പ്രസിഡന്റ് ജോഷിക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പിനും പോലീസിനും പരാതി ലഭിച്ചു. 24 മലപ്പുറം. ഡൽഹിയിൽ MPമാരുടെ ഫ്ളാറ്റിൽ തീപിടുത്തം. പാർലമെന്റിന് സമീപമുള്ള ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിലാണ് തീ പടർന്നത്. അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. ആളപായമില്ല എന്നും തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതായും അഗ്നിരക്ഷാസേന അറിയിച്ചു. വിശ്വംബർദാസ് മാർഗിലുള്ള രാജ്യസഭാ MPമാരുടെ റെസിഡൻഷ്യൽ കോംപ്ലക്സായ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റ്സിലാണ് തീപിടുത്തം. MPമാരായ ജബി മേത്തർ, ജോസ് കെ മാണി, ഹാരിസ് ബീരാൻ, PP സുനീർ എന്നിവർ താമസിക്കുന്നത് ഇവിടെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കൂട്ടിയിട്ടിരുന്ന പഴയ ഫർണിച്ചറിനാണ് ആദ്യം തീപിടിച്ചത്. പിന്നീട് ആദ്യ 3 നിലകളിലേക്ക് പടർന്നു. MPമാരുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ് ആദ്യ 3 നിലകളിൽ പ്രവർത്തിക്കുന്നത്. ജബി മേത്തർ MPയുടെ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നാശനഷ്ടമുണ്ടായി. 40 മിനിറ്റോളം വൈകിയാണ് അഗ്നിരക്ഷാസേന എത്തിയതെന്നും ആക്ഷേപമുണ്ട്. ഞാൻ 1 മണിയോട് നമ്മൾ അറിയുന്നത്. കാരണം ജബി മേത്തർ MPയുടെ സ്റ്റാഫ് നമ്മൾ അവിടെ ഫസ്റ്റ് ഫ്ലോർ റൂം കൊടുത്തിരുന്നു. അപ്പോൾ അവർ വിളിച്ചു, രാവിലെ തന്നെ വൈഫിനെ വിളിച്ചു. അപ്പോൾ ഞാൻ വെനിസാറിൻ്റെ ഫ്ലാറ്റ് കോമതിയിലുണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോൾ തന്നെ തീ കാണാം. ശരിക്കും നല്ല തീ കത്തിയിരുന്നു. അപ്പോൾ തന്നെ
ഞങ്ങളെല്ലാം ഓടി വന്നു. അവരൊക്കെ ഞങ്ങളുടെ ഇതായിരുന്നു, വെപ്രാളത്തിലായിരുന്നു. കരഞ്ഞ് അവർ വിളിച്ചു താഴേക്ക് വന്നു. കുട്ടികളെ അടക്കമുള്ളവരാണ്. മുകളിലത്തെ നിലയിലും കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് അതൊരു ആശങ്ക. പക്ഷേ അങ്ങനത്തെ ഒരു ആളപായം കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. ആർക്കും വേറെ ഗുരുതര പരിക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു ആശ്വാസം. 6 ഫയർ എഞ്ചിനുകളെത്തി തീ അണച്ചു. എല്ലാവരെയും ഒഴിപ്പിച്ചതായും ആളപായമില്ലെന്നും അഗ്നിരക്ഷാസേന അറിയിച്ചു. 1:22 में हमें कॉल मिली थी कि ब्रह्मपुत्र अपार्टमेंट में एक बिल्डिंग के अंदर आग है. हमारी लगभग 14 गाड़ियां मौके पे पहुंच के और पाया कि भाई स्टील फ्लोर पे आग थी और थोड़ा बहुत जो है ऊपर तक ट्रेवल कर गई थी. तो स्टील फ्लोर के ऊपर हाउस होल्ड मटेरियल था जिसको आग को पूरी तरह से कंट्रोल कर लिया गया है और सर्चिंग ऑपरेशन आपके सामने अभी चल रहा है. ദീപാവലിയോടനുബന്ധിച്ച് കുട്ടികൾ പടക്കം പൊട്ടിച്ചതിനെ തുടർന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂരിലെ വീട്ടിൽ SIT പരിശോധന നടത്തി. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആരംഭിച്ച പരിശോധന പൂർത്തിയായത് രാത്രി 11:30ഓടെയാണ്. തട്ടിയെടുത്ത സ്വർണം എവിടെയെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പോറ്റിയുടെ വീട്ടിലെത്തി രേഖകൾ പരിശോധിച്ചത്. ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളികൾ എത്തിച്ചതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല. വിശ്വാസവഞ്ചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും 2 കിലോ സ്വർണം കവർച്ച നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ തട്ടിയെടുത്ത സ്വർണം എന്ത് ചെയ്തുവെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഇക്കാര്യത്തിലാണ് നിലവിൽ SIT അന്വേഷണം. ഇന്നലെ വൈകുന്നേരം മുതൽ SIT നടത്തിയ ചോദ്യം ചെയ്യലിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ല. പൂജിക്കാൻ കൊണ്ടുപോയി എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി SIT സംഘം പൂർണ്ണമായും തള്ളുന്നു. ഇതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ SIT പരിശോധന നടത്തിയത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖകൾ, ആസ്തി വിവരങ്ങൾ, യാത്രാരേഖകൾ എന്നിവയാണ് പരിശോധിച്ചത്. സ്വർണ്ണപ്പാളികൾ ഹൈദരാബാദിൽ സ്വീകരിച്ച നാഗേഷിനെ കണ്ടെത്തി ഉടൻ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഭഗവാന്റെ ഒരു തന്നെ പെണ്ണെങ്കിലും ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വരിക തന്നെ ചെയ്യും. അതിന് പറ്റുന്ന തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അത് തിരിച്ചെടുക്കണമെന്ന് മാത്രമല്ല, തിരിച്ചു പിടിക്കണമെന്ന് മാത്രമല്ല, കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. മുരാരി ബാബു ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരെയും ഉടൻ ചോദ്യം ചെയ്യും. ഇതിനായി SIT ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും വിവരമുണ്ട്. 24 തിരുവനന്തപുരം. അന്വേഷണത്തിലൂടെ എല്ലാം തെളിയുമെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT കസ്റ്റഡിയിൽ തുടരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ഒന്നും പറയാനില്ല. അന്വേഷണത്തോടെ എല്ലാം പുറത്തുവരും. UDFന്റെ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് പന്തളത്ത് സമാപനം. നേതൃത്വത്തെ മണിക്കൂറുകളോളം കാത്തിരുത്തിയതിനു ശേഷമായിരുന്നു K മുരളീധരൻ വേദിയിലെത്തി. UDFന്റെ മുതിർന്ന നേതാക്കളും ജാഥ ക്യാപ്റ്റന്മാരും അണിനിരുന്ന പദയാത്രയോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നേതാക്കൾ ആഞ്ഞടിച്ചു. സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കൊള്ള ചെയ്യുന്നവന്റെ, ഭഗവാന്റെ സ്വർണം കൊള്ള ചെയ്തവന്റെ കമ്മീഷൻ അടിക്കുന്ന ആളുകളുള്ള നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്. പരിപാടിയിലെ രാഷ്ട്രീയ ആകാംക്ഷ K മുരളീധരന്റെ വരവായിരുന്നു. KPCC പുനഃസംഘടനയിലെ അതൃപ്തി പരസ്യമാക്കിയ K മുരളീധരൻ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന അഭ്യൂഹം പടർന്നു. വരുമെന്ന് നേതാക്കൾ. കാത്തിരുന്ന് പരിപാടി 5 മണിക്കൂർ പിന്നിട്ടു. കസേരകൾ കാലിയായി തുടങ്ങി. 2-ാം മണിക്കൂറിൽ രമേശ് ചെന്നിത്തലയും 4-ാം മണിക്കൂറിൽ VD സതീശനും വേദി വിട്ടു. ഒടുവിൽ 9:30ഓടെ മുരളീധരന്റെ എൻട്രി. ഒരു കാര്യം വ്യക്തമാണ്, ഇത് അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, മന്ത്രി വാസവൻ രാജിവെക്കണം. നിലവിലുള്ള ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. പുനഃസംഘടന അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നും അതും ഇതും കൂടി കൂട്ടിക്കെട്ടണ്ടെന്നും മാധ്യമങ്ങളോട്. പുനഃസംഘടനയും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. ഇതുപോലത്തെ ഒരു സംഗമത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ മനഃപൂർവ്വം മാറിയിരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വന്നത്. മുരളീധരന്റെ പ്രസംഗത്തോടെ പരിപാടി ഹരിവരാസനം പാടി അവസാനിപ്പിച്ചു. 24 ആലപ്പുഴ. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർത്ത LDF അന്വേഷണം പ്രഖ്യാപിച്ച ശേഷവും സമരം തുടരുന്ന UDF ലക്ഷ്യം രാഷ്ട്രീയ അട്ടിമറിയെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. LDF ഭരണത്തിന് കീഴിൽ വിശ്വാസികൾ സുരക്ഷിതരാണെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം കനപ്പിക്കുന്ന പ്രതിപക്ഷത്തിന് അതേ നാണയത്തിൽ മറുപടി പറയാനാണ് LDFന്റെ തീരുമാനം. പത്തനംതിട്ടയിൽ LDF സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ദേവസ്വം മന്ത്രി VN വാസവൻ കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേസിന്റെ അന്വേഷണം എല്ലാം പൂർത്തീകരിക്കുന്നിടം വരെ
എല്ലാവരും ഈ നിലയിൽ കാണണം. LDF ഭരണത്തിന് കീഴിൽ വിശ്വാസികൾ സുരക്ഷിതരെന്നും അന്വേഷണം തീരും വരെ എല്ലാവരും ഇവിടെ കാണണമെന്നും മന്ത്രി. മതനിരപേക്ഷ ഗവൺമെന്റിന്റെ കീഴിൽ, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിൽ വിശ്വാസികൾ സുരക്ഷിതരാണ്. ആർക്കും ഒരു ഭയവും ഉണ്ടാവേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് ഓഫീസുകളിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചുകളിലെ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു LDF പരിപാടി. വരും ദിവസങ്ങളിലും പ്രാദേശികമായി കൂടുതൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് CPIM-ന്റെ തീരുമാനം. 24 പത്തനംതിട്ട. തൃശൂർ ചാലക്കുടി ഏറന്നൂൾ മനയിലെ ED പ്രസാദ് നമ്പൂതിരി ശബരിമലയിലെ പുതിയ മേൽശാന്തി. കൊല്ലം കൂട്ടിക്കട സ്വദേശി MG മനു നമ്പൂതിരിയെ മാളികപ്പുറം മേൽശാന്തിയായും തിരഞ്ഞെടുത്തു. തുലാമാസ പൂജകൾക്കായി നട തുറന്നത് മുതൽ വലിയ തീർത്ഥാടന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. തുലാമാസം 1 ഉഷപൂജയ്ക്ക് ശേഷം സന്നിധാനത്ത് നടന്ന നറുക്കെടുപ്പിലാണ് പുതിയ മേൽശാന്തിമാരെ തിരഞ്ഞെടുത്തത്. ചാലക്കുടി വാസുപുരം സ്വദേശിയാണ് പ്രസാദ് ED. മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി കൊല്ലം മയ്യനാട് കൂട്ടിക്കട സ്വദേശിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്നും ഇപ്പോഴത്തെ വിവാദങ്ങൾ കാര്യമാക്കേണ്ടെന്നും പ്രസാദ് ED 24-നോട് പറഞ്ഞു. ഇനി സന്തോഷത്തിൽ പല സന്തോഷമൊന്നുമില്ല, വളരെയധികം സന്തോഷം. ഈ സമീപകാലത്ത് വിവാദങ്ങൾ മനസ്സിനെ വിഷമിപ്പിക്കാറുണ്ടോ, വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഒക്കെ ഓരോ സമയത്ത് ഓരോന്നുണ്ടാവും. എത്ര നല്ലോണം നടന്നാലും എന്തെങ്കിലും അപവാദങ്ങൾ എല്ലാവരെയും കുറിച്ചും പറയും. അത് ഓരോ സമയത്ത് എല്ലാവർക്കും ഇത് ഭഗവാൻ ശ്രീരാമൻ 14 വർഷം കാട്ടിൽ കഴിഞ്ഞില്ലേ, അത്രയും നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ ഇതിനെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. സ്വപ്ന സാക്ഷാത്കാരമെന്ന് നിയുക്ത മാളികപ്പുറം മേൽശാന്തി MG മനു നമ്പൂതിരി. വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും വലിയ സന്തോഷമാണിത്. തീർത്തും ഭാഗ്യം തന്നെയാണ്, അതൊരു അസുലഭ സന്ദർഭം തന്നെയാണ് എന്തായാലും. ഇന്നലെയും ഇന്നുമായി വൻ തീർത്ഥാടക തിരക്കാണ് ശബരിമലയിൽ. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് 2 ദിവസം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണമായത്. 24 സന്നിധാനം. പാലക്കാട് പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തവും 5 വർഷം തടവും. പ്രതി 3.25 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നും പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചു. പരോൾ നൽകേണ്ട സാഹചര്യമുണ്ടായാൽ സാക്ഷികളുടെ സുരക്ഷ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 44 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതകം, അതിക്രമിച്ചു കടക്കൽ എന്നിവയ്ക്കാണ് ജീവപര്യന്തം. തെളിവ് നശിപ്പിച്ചതിന് 5 വർഷം തടവും വിധിച്ചു. ഇതിനു പുറമെ 3,25,000 രൂപ പിഴയും ഒടുക്കണം. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷവും 9 മാസവും കൂടി കഠിന തടവ് അനുഭവിക്കണം. കേസിനെ അപൂർവങ്ങളിൽ അപൂർവമായി കാണാനാവില്ലെന്നും പ്രതിയുടെ മാനസിക നില ഭദ്രമെന്നും കോടതി നിരീക്ഷിച്ചു. കോടതി ഡബിൾ ലൈഫ് കൊടുത്തിട്ടുണ്ട്. 2 വകുപ്പിലായിട്ട് 449-ലും ലൈഫ് കൊടുത്തു, 302-ലും ലൈഫ് കൊടുത്തു, 201-ലും 5 ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഈ കേസ് സംബന്ധിച്ചോളം. പിഴത്തുക സജിതയുടെ ബന്ധുക്കൾക്ക് നൽകണം. ഇല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി കുടുംബത്തിന് പണം നൽകാൻ നടപടി സ്വീകരിക്കണം. വിധിയിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. കോടതി വിധിക്ക് പിന്നാലെ ചെന്താമരയെ മലമ്പുഴ ജില്ലാ ജയിലിലേക്ക് മാറ്റി. 2019 ഓഗസ്റ്റ് 31-നാണ് സജിതയെ അയൽവാസിയായ ചെന്താമര വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയാണെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. ജാമ്യത്തിലിറങ്ങിയ പ്രതി പിന്നീട് 2025 ജനുവരി 27-ന് സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ പ്രതിയെ 21-ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. 24 പാലക്കാട്. ചാണ്ടിയുമ്മനും അബിൻ വർക്കിക്കും പിന്തുണയുമായി ഓർത്തഡോക്സ് സഭ. സഭയുടെ യുവത്വമായ ഇരുവരെയും കൈവിടില്ല എന്ന് സഭാ നേതൃത്വം. KPCC പുനഃസംഘടനയിൽ അവഗണന ഉണ്ടായതിന് പിന്നാലെയാണ് സഭ പിന്തുണയുമായി രംഗത്ത് വന്നത്. ആദ്യം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ അബിൻ വർക്കിക്ക് അവഗണന, പിന്നാലെ KPCC പുനഃസംഘടനയിൽ ചാണ്ടിയുമ്മനും പുറത്ത്. ഇതാണ് ഓർത്തഡോക്സ് സഭയെ ചൊടിപ്പിച്ചത്. മതം നോക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇരുവരും സഭയുടെ യുവത്വമാണെന്ന് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. രാഷ്ട്രീയത്തിൽ അവഗണിക്കപ്പെട്ടപ്പോൾ പൂർണ്ണ പിന്തുണയാണ് സഭ ഇവർക്ക് നൽകുന്നത്. ദേവലോകം അരമനയിൽ നടന്ന യുവജന വിഭാഗത്തിന്റെ പരിപാടിയിൽ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസാണ് പ്രതിഷേധം പരസ്യമാക്കിയത്. അബിൻ വർക്കിയും ശ്രീ ചാണ്ടിയുമ്മനുമൊക്കെ ഞങ്ങളുടെ യുവതയാണ്. അവരാരും മതങ്ങൾ വെച്ച് കളിക്കാറില്ല. അവരാരും ഇന്ന സഭക്കാരാണെന്നും പറയാറില്ല. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു തീവ്രവാദത്തിനും മലങ്കര സഭ ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ല, നിൽക്കുകയുമില്ല.
സഭയെടുത്ത നിലപാടിൽ കൂടുതൽ പ്രതികരണത്തിന് ചാണ്ടിയുമ്മൻ തയ്യാറായില്ല. പറയാനുള്ളതെല്ലാം പാർട്ടിക്കുള്ളിൽ പറയുമെന്ന് ചാണ്ടിയുമ്മൻ. എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്, ഞാനത് വ്യക്തമാണ്. പക്ഷെ ഞാനൊരു മനുഷ്യനാണ്, ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വന്നെന്നിരിക്കുക, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം അവിടെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കും. KPCC നേതൃത്വം സഭയുമായി അകലുന്നുവെന്ന സൂചന തന്നെയാണ് ഓർത്തഡോക്സ് സഭ നൽകിയത്. 24 കോട്ടയം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തുലാവർഷക്കെടുതിയിൽ വലഞ്ഞ സംസ്ഥാനത്തെ മലയോര മേഖല. വടക്കൻ കേരളത്തിൽ പരക്കെ മഴ തുടരുന്നു. കോഴിക്കോട് നരിക്കുനിയിൽ ഇടിമിന്നലേറ്റ് യുവതി മരിച്ചു. പറപ്പാറ സ്വദേശിനി സുനീറയാണ് മരിച്ചത്. പാലക്കാട് കുട്ടനാട് ഇടിമിന്നലേറ്റ് യുവതിക്ക് പരിക്കേറ്റു. മലപ്പുറം വഴിക്കടവിൽ കലക്കൻപുഴ നിറഞ്ഞൊഴുകി കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. പൂവത്തിപ്പൊയിലിൽ കോഴിഫാമിൽ വെള്ളം കയറി കോഴികൾ ചത്തു. താമരശ്ശേരിയിൽ ഇടിമിന്നലേറ്റ് വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. കണ്ണൂർ കൂത്തുപറമ്പിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി വയോധികയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ കൌൺസിലർ അറസ്റ്റിൽ. CPIM അംഗമായ PP രാജേഷാണ് പിടിയിലായത്. അറസ്റ്റിലായതിനെ തുടർന്ന് കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം PP രാജേഷിനെ CPIM പുറത്താക്കി. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 മോഷണം. വീട്ടുജോലികളുടെ തിരക്കിലായിരുന്നു കണിയാർ കുന്നുമ്മൽ ജാനകി. ഇവരുടെ 1.25 പവന്റെ മാലയാണ് കവർന്നത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് മീൻ മുറിക്കുകയായിരുന്ന ജാനകിയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല പിടിച്ചുപറിക്കുകയായിരുന്നു. മാലയുടെ ഒരു ഭാഗം പൊട്ടി വീണു. ജാനകിയുടെ നിലവിളി കേട്ട് അയൽവാസികളെത്തുമ്പോഴേക്കും മോഷ്ടാവ് സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടു. കൂത്തുപറമ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മോഷ്ടാവ് ഉപയോഗിച്ച സ്കൂട്ടർ കണ്ടെത്തി. തുടർന്ന് ഉടമയെ ചോദ്യം ചെയ്തതിൽ രാജേഷിനാണ് വാഹനം നൽകിയത് എന്ന വിവരം ലഭിച്ചു. കൂത്തുപറമ്പ് നഗരസഭയിലെ 4ാം വാർഡ് കൌൺസിലറായ രാജേഷിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തൊണ്ടി മുതലായ സ്വർണ്ണമാല കണ്ടെടുത്തു. സംഭവത്തെ തുടർന്ന് CPIM ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സമീർ സി മുഹമ്മദ്, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.